ലോക കേരള സഭയിൽ ഇയാൾ കിരീടം കിട്ടാതെ പോകുന്നു. ലോക കേരള സഭയിൽ ഇയാൾ കിരീടം കിട്ടാതെ പോകുന്നു. ഇത് രണ്ടുമാണ് നടപടി. വേണു വേറെ വഴിക്ക് പോരുത്. അന്തസ്സില്ലാതെ വേറെ വഴിക്ക് പോരുത്. എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? മീഡിയ വണിൽ നിന്ന് കിട്ടേണ്ട ഉത്തരം എന്താണ്? ശ്യാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തു തെറ്റു ചെയ്തു? അതാണ് വേണു പറയേണ്ടത്. അതിലേക്കൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ഒരു സെക്കൻഡ് ശ്രീ രാജു പി നായർ ശരി, ശ്രീ രാജു പി നായർ, എനിക്കോ എന്റെ ചോദ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. ശ്രീ രാജു പി നായർ ഒരു കലഹപ്രിയനായി കെ എൽ കുമാർ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അങ്ങനെ പെരുമാറിക്കൊണ്ട് കുഴപ്പമില്ല. അദ്ദേഹം നല്ലൊരു അതിഥിയാണ്. അദ്ദേഹം ഒരു വാക്കിനെ പിടിച്ച് ഒരു സെക്കൻഡ്, എനിക്കൊരു മുട്ടടിക്കലുമില്ല. എന്റെ ചോദ്യങ്ങൾ അങ്ങനെയാണ് നിൽക്കുന്നു. ശ്രീ രാജു പി നായർ ഇവിടെ കോടിയേരിക്ക് ഒരു കത്ത് കിട്ടുന്നു. കോടിയേരി 2 സ്ഥലത്ത് ഇയാളെ തൂക്കിയെറിയുന്നു. പാർട്ടി കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കേരള ലോക്സഭയിൽ ലോക കേരള സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അല്ലെ? പിന്നീട് എങ്ങനെയാണ് ഇയാൾക്ക് വീണ്ടും പാർട്ടി കോൺഗ്രസ് മധുരയിലെത്തുമ്പോൾ വരാൻ കഴിയുന്നത്? എങ്ങനെയാണ് എത്താൻ കഴിയുന്നത്? ശ്രീ രാജു പി നായർ, അത് എം വി ഗോവിന്ദനുമായിട്ടുള്ള ബന്ധം, അത് എം എ ബേബിയുമായിട്ടുള്ള ബന്ധം അല്ലാതെ എങ്ങനെയാണ് ഇയാൾക്ക് വരാൻ കഴിയുക? ശ്രീ രാജു പി നായർ, നിങ്ങൾ പി സി ആറിനോട് പറയാണ് മീഡിയ വൺ കാണിക്കുന്ന മര്യാദ കട. ബഹളം വെക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞു തുടങ്ങിയാണ്. കാരണം ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വിഷയം ആദ്യം